ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു അടുക്കള വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വന്ന് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് രാവിലെ തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കടല വേവിക്കാനായിട്ട് വെക്കുന്നതാണ് കേട്ടോ, കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം മുതൽ. അപ്പോൾ എന്തായാലും കടലയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ നേരെ അടുക്കളയിൽ വന്നത് ആ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ചോറിനുള്ളത്. അങ്ങനെ നമ്മൾ തീയും പിടിപ്പിച്ചിട്ട് പിന്നെ ഇപ്പോൾ അടുക്കളയിൽ കുറച്ച് വേറെ പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ കപ്പയാണ് കേട്ടോ. കപ്പ തൊലിയൊക്കെ കളഞ്ഞ് ചിരണ്ടി എടുത്തതാണ്, ചീകി എടുത്തതാണ്. അപ്പോൾ ഇന്നിപ്പോൾ കപ്പ പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കപ്പ പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കപ്പ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് ചിരണ്ടി എടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിൽ ഇതുപോലെ കുറച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഇങ്ങനെ കട്ടപ്പ് ഉണ്ടാവുമല്ലോ പാൽ. ചില കപ്പകൾ ഇത്തിരി ഒരു കയ്പ്പൊക്കെ ഉണ്ടാവും, ചിലത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഞാനിത് ഈ ഒരു കപ്പ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ, ചിരവിയത്. എന്നിട്ട് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ പുട്ട് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് അരിപ്പൊടി ഉപ്പും ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ചീവിയെടുത്ത കപ്പയും കൂടെ ഇടണം കേട്ടോ. കപ്പ എന്ന് പറയുമ്പോൾ പൂളക്കിഴങ്ങ്, അതും കൂടെ ഇടണം. അപ്പോൾ എന്തായാലും അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തേങ്ങാപ്പീരി ഇടുക. പിന്നെ ഈ ഒരു കുറച്ച് അരിപ്പൊടി നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇടുക. പിന്നെ തേങ്ങാപ്പീരി ഇടുക. അങ്ങനെ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഈ കപ്പ ചേർക്കണത് കൊണ്ട് വേഗില്ലേ എന്നൊക്കെ ചിലവർക്ക് തോന്നും, പക്ഷേ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നന്നായിട്ട് വെന്ത് നമ്മൾ സാധാരണ പുട്ട് കഴിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഈ ഒരു പുട്ടിന് നല്ല ടേസ്റ്റാണ് കേട്ടോ, കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കപ്പ പുട്ട് ഉണ്ടാക്കുമ്പോൾ ബീഫ് കറിയോ ചിക്കനോ അങ്ങനെയൊക്കെ കറികളുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇന്നിപ്പോൾ നമുക്ക് കടലക്കറിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇവിടെ ബീഫും കോഴിയിറച്ചിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടല വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തത്. ഇതിപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് കറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ കപ്പ ഇട്ടത് കൊണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് കറക്കി എടുക്കണം, ഒരു കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞ് വരാനായിട്ട്. ഇതിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൊടി പുട്ടുപൊടി വന്നിട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് 1-2 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുന്നേ, ഈ കപ്പ പുട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നലെ കപ്പ വാങ്ങിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ പുട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ പാടൊന്നുമില്ല. ഈ കപ്പയൊന്ന് ചിരണ്ടി എടുക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. എന്നാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് പുട്ട് കേട്ടോ, നല്ല ചൂടോടുക്കനെ. നമ്മുടെ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റിയെടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് കുടിക്കാൻ കൊണ്ടുപോകാനായിട്ട്. സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ബോട്ടിലിലാക്കാനല്ല, അപ്പോൾ അതിന് കുറച്ച് വെള്ളം മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ ഞാൻ അരി ഇടുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ പണി കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. വെള്ളം എടുത്തിട്ട് ബാക്കിയുള്ള വെള്ളത്തിലാണ് അരി ഇടുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ചെറുതായിട്ട് ഇവിടെ മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിറകൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല, എന്നാലും ഒരുപാട് അങ്ങനെ നനഞ്ഞിട്ടൊന്നുമില്ല. രാവിലെ എണീക്കുമ്പോൾ
വിറകൊക്കെ നനഞ്ഞ് കിടക്കുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കാര്യമായിട്ടില്ല, മഴയൊന്നുമില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് വിറകൊക്കെ കണ്ടില്ലേ നമ്മളവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് കുറച്ച് ഇങ്ങനെ വിറകൊക്കെ എടുത്തിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. നമ്മൾ ഈ അടുക്കളുടെ ആ ഭാഗത്ത് വിറകൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഇപ്പോൾ കാലിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെട്ടി പൊളിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് അടുക്കി വയ്ക്കാമെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തൽക്കാലം ഞാനിത് അവിടെയാണ് കേട്ടോ വിറക് അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് തീയും ഒന്നും കൂടെ നീക്കി വിട്ടതിന് ശേഷം ഇനി അടുത്ത പണികളെന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ പിടിക്കാനായിട്ട് നിൽക്കുകയാണ്, നല്ല വെള്ളമൊക്കെ പിടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളം പിടിക്കുന്നത് കണ്ടിട്ട് കുറേ പേര് ഇങ്ങനെ പറയും, എന്താ ഒരുപാട് വെള്ളം വേസ്റ്റ് ആക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രമൊക്കെ കഴുകിയിട്ടല്ലേ നമ്മൾ നല്ല വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ മീൻ കുളത്തിൽ ഇടുന്നത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ നമ്മൾ മീൻ കുളത്തിൽ വെള്ളം ഡെയിലി അടിക്കണം. അടിച്ചില്ലെങ്കിൽ എന്താ മീൻകുട്ടികൾക്ക് നമ്മൾ ഓക്സിജനൊന്നും ഇപ്പോൾ കൊടുക്കണില്ലല്ലോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഹൈറ്റിൽ നിന്ന് ചാടുന്ന സമയത്ത് അതിന് എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ മോട്ടർ ഇടും കേട്ടോ നമ്മളെ എന്താണ് കുളത്തിൽ. എന്നിട്ടാണ് നമ്മൾ പിന്നെ നല്ല വെള്ളം എടുക്കുന്നത്. പിന്നെ ആ ഒരു ബോർവെൽ വെള്ളത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറി കിട്ടുകയും ചെയ്യും. ആ കുളത്തിലിട്ട് കുറേ സമയം കഴിഞ്ഞ് പിന്നെയാണ് ടാങ്ക് നിറച്ച് പിന്നെ നമ്മൾ നല്ല വെള്ളമൊക്കെ കുടിക്കാനായിട്ട് എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു എന്താ പറയുക, വെള്ളത്തിൻ്റെ ആ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും, അതൊക്കെ മാറുകയും ചെയ്യും. പിന്നെ ഇന്നലെ മിനിങ്ങാന്ന് ഇട്ട വീഡിയോയിൽ നമ്മൾക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല കട്ടിയുള്ള പാത്രം വെച്ചിട്ട് ഞാൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് പാത്രം ചൂടായി വരുമ്പോൾ സമയമാവുമല്ലോ, എന്താണ് ഇയാൾ പറഞ്ഞല്ലോ മുന്നേ വീഡിയോയിൽ പറഞ്ഞു, ഒരു കുറ്റി ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ 2.5 മാസം ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെങ്ങനെ മുതലാവും, നല്ല കനമുള്ള പാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കനമുള്ള പാത്രം ഞാൻ അധികം ഉപയോഗിക്കില്ല, പക്ഷേ കട്ടി കൂടി പാത്രം ചൂടായി വരാൻ ഇത്തിരി ടൈമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ചൂടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീ ആവശ്യമില്ല, നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ എന്താ ഒരുപാട് ഗ്യാസൊന്നും ചിലവുണ്ടാവില്ല, അത്രയ്ക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടും. എനിക്കെന്താണെങ്കിലും 2.5 മാസം എന്തായാലും ഗ്യാസ് എത്തും കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, എന്തായാലും എത്തും ഗ്യാസ്. പിന്നെ നമ്മുടെ പ്രിയ പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പ്രിയയ്ക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളപ്പണിയും വീട്ടിലെ പണിയൊക്കെ ഒരുക്കി വെച്ച് ഞാനിതാ വർക്കിനൊക്കെ വന്നു. പിന്നെ അവിടെ നിന്ന് വൈകുന്നേരത്ത് ഇതാ അവിടെ നമ്മുടെ സപ്ലൈകോ ഉണ്ടല്ലോ, അവിടെ കയറിയതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഗ്രോസറി ഐറ്റംസൊക്കെ കഴിഞ്ഞ് ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. ചിലപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും, ചിലതൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. പഞ്ചസാര, സോപ്പ്, എണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് തീരും. പിന്നെ ഈ ഒരു എന്താ പറയുക, പരിപ്പ്, പയർ അങ്ങനെയുള്ളതൊന്നും പെട്ടെന്ന് അങ്ങനെ ഇതാവില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ ഞാനിതാ നമ്മുടെ ഒരു ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു. അപ്പോൾ സപ്ലൈകോയിൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് സബ്സിഡി ഐറ്റംസ് ഉണ്ടാകുന്ന നോക്കാനാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ കുറച്ചായിട്ട് 1-2 മാസമായിട്ട് അരിയൊന്നും കിട്ടുന്നില്ല കേട്ടോ. അരിയില്ല, പിന്നെന്താണ് വെളിച്ചെണ്ണയില്ല, ആവശ്യമുള്ളതൊന്നുമില്ല. എന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് താനും. പിന്നെ അതുമാത്രം പോരല്ലോ, ബാക്കിയുള്ളത് നമുക്ക് വേണം. അപ്പോൾ ഞാൻ കുറച്ച് എന്താ സബ്സിഡി ഉള്ളതും അല്ലാത്തതുമൊക്കെ നമുക്ക് വീട്ടിന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും പാലക്കാടാണ് പോണത്. ഇപ്പം ഞാനിവിടെ വർക്കിന് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ ഞാൻ ജോലി എടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സപ്ലൈകോ. അപ്പോൾ ഞാനിങ്ങനെ വർക്ക് കഴിഞ്ഞ് പോകുന്ന ടൈമിലൊക്കെ നമ്മളിങ്ങനെ അതിപ്പോൾ നമ്മൾ ഈ വർക്കിനൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്താ പറയുക, നമ്മളാണ് കേട്ടോ അടുക്കള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റണതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് മനസ്സിന്. ഏട്ടൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയല്ലേ ഇത്രയും കാലം, അപ്പോൾ എന്നെക്കൊണ്ട് ഇതെങ്കിലും ആവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമുണ്ട്. ഒരുപാടൊന്നും ഏട്ടനെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പോക്കറ്റ് മണിയിൽ നിന്ന് എടുത്ത് വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെ. പോക്കറ്റ് മണിയല്ല, സാലറിയിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഞാനിതാ നമ്മുടെ വീട്ടിലെ ഐറ്റംസുകൾ, സോപ്പുകൾ, പേസ്റ്റ്, പിന്നെന്താണ്
അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സോപ്പ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്, ഹമാം ഉപയോഗിക്കും, അല്ലെങ്കിൽ റെക്സോണ് കേട്ടോ. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് നമ്മൾ അവിടെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് എടുക്കുക. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ രണ്ട് സോപ്പും ഉണ്ട്, പക്ഷേ ചില സമയത്ത് കിട്ടില്ല, നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 1-2 വട്ടമായിട്ട് ഞാൻ ഡെറ്റോൾ സോപ്പാണ് കേട്ടോ വാങ്ങിക്കുന്നത്. നമ്മൾ കുളിക്കാനായിട്ട് ഡെറ്റോൾ അതാണ് വാങ്ങിക്കുന്നത്. പിന്നെ എന്താണ്, ബാർ സോപ്പായിരിക്കും പിന്നെ വാങ്ങിക്കുന്നത്. എന്താണ്, നമ്മൾ അലക്കാനായിട്ട് ബാർ സോപ്പ് ഉണ്ടല്ലോ, ഗോൾഡ് ബാർ, അതൊക്കെയാണ് കേട്ടോ വാങ്ങിക്കുക. അത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഞാൻ കുറേ കാലമായിട്ട് അത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ ഐറ്റംസൊക്കെ എടുത്ത് റെഡിയാക്കി ഇനിയിപ്പോൾ നേരെ ബില്ലടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി ഞാനത് ആ ബില്ലൊക്കെ അടിച്ചിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.